മരണസമയത്തെ ശുശ്രൂഷ. രോഗി മരിച്ചു പോകുമെന്ന് ഏറെക്കുറെ തീർച്ചയാകുമ്പോൾ കുടുംബാംഗങ്ങളെല്ലാവരും രോഗിയുടെ മുറിയിൽ ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുന്നു. മുറിയും പരിസരവും ശുചിയായിരിക്കണം. ശുദ്ധവായു കിടക്കത്തക്കവണ്ണം ജനലുകളും തുറന്നിട്ടിരിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സുലോകത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നൊന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ പിതാവേ, ജീവൻ്റെയും മരണത്തിൻ്റെയും കാരണഭൂതനും സർവവും പരിപാലിച്ചുകൊണ്ടിരിക്കുന്നതിനുമായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ആസന്നമരണനായിരിക്കുന്ന ഞങ്ങളുടെ ഈ പ്രിയ മകനെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. മനുഷ്യരെല്ലാവരും ഒരിക്കൽ മരിക്കണമെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു, അതിനുശേഷം വിധി നടക്കുന്നു എന്ന് അങ്ങയുടെ തിരുസുതനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹാ വഴി അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞങ്ങളിൽ നിന്ന് വേർപെട്ടുകൊണ്ടിരിക്കുന്ന ഈ ദാസനെ അനുഗ്രഹിക്കണമേ. ഇയാൾ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങൾക്കും മോചനം നൽകണമേ. അങ്ങയുടെ തിരുക്കുമാരൻ്റെ വിലയേറിയ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഇയാളെ സ്വർഗത്തിൽ സ്വീകരിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സങ്കീർത്തനം 51. പാപബോധത്താൽ കരയുന്ന സങ്കീർത്തനോട് ചേർന്ന് നമുക്കും ഈ മരണാസന്നൻ്റെ പേരിൽ പിതാവായ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. ദയാപൂർവ്വം എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ അപരാധങ്ങൾ കഴുകിക്കളയുകയും തെറ്റുകൾ തുടച്ചു മാറ്റുകയും ചെയ്യണമേ. എന്നാൽ എൻ്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാനവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി. അങ്ങേ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിക്കണമേ. എൻ്റെ അപരാധങ്ങൾ മായ്ച്ചു കളയണമേ. നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. എൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ ഒരിക്കലും തള്ളിക്കളയരുതേ. പശ്ചാത്തപിക്കുന്ന എൻ്റെ ഹൃദയം ഞാൻ അങ്ങയോട് സമർപ്പിക്കുന്നു. മനസ്താപത്താൽ തകരുന്ന ഹൃദയത്തെ അങ്ങ് ഒരിക്കലും നിരസിക്കുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മരണാസന്നൻ്റെ പ്രാർത്ഥന. ക്രൂശിതനായ എൻ്റെ ഈശോ, മരണം എന്നെ സമീപിക്കുകയും എൻ്റെ ഇന്ദ്രിയങ്ങൾ ബലഹീനമാവുകയും ചെയ്തിരിക്കുന്ന ഈ സമയത്ത് ആരോഗ്യമുണ്ടായിരുന്ന കാലത്തെ എൻ്റെ അധ്വാനത്തെ ഓർത്ത് എൻ്റെ മേൽ കൃപയുണ്ടാകണമേ. കർത്താവേ, എൻ്റെ മേൽ കൃപയുണ്ടാകണമേ. എത്രയും മാധുര്യവാനായ ഈശോ, ക്ഷീണാധിക്യത്താൽ താഴ്ന്നുപോയ എൻ്റെ കൺപോളുകൾ ഉയർത്തി അങ്ങേ വീക്ഷിക്കുവാൻ സാധിക്കാത്ത ഈ സമയത്ത് എൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ സ്നേഹപൂർണ്ണമായ വീക്ഷണങ്ങളെ അനുസ്മരിച്ച് എൻ്റെ മേൽ കൃപയുണ്ടാകണമേ. കർത്താവേ, എൻ്റെ മേൽ കൃപയുണ്ടാകണമേ. സ്നേഹസമ്പന്നനായ ഈശോ, എൻ്റെ ചുണ്ടുകൾ അങ്ങയുടെ തിരുസ്വരൂപം ചുംബിക്കുവാൻ ശക്തിയില്ലാതിരിക്കുന്ന ഈ സമയത്ത് കഴിഞ്ഞ കാലത്തിലെ എൻ്റെ ചുംബനങ്ങളെ ഓർത്ത് എൻ്റെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, എൻ്റെ മേൽ കരുണയുണ്ടാകണമേ. തണുത്തു തുടങ്ങിയ എൻ്റെ കരങ്ങളിൽ അങ്ങയുടെ ക്രൂശിത രൂപമെടുത്ത് ആശ്ലേഷിക്കുവാൻ ശക്തിയില്ലാതിരിക്കുന്ന ഈ സമയത്ത് എൻ്റെ കൈകൾ കൊണ്ട് ചെയ്തിട്ടുള്ള സൽപ്രവൃത്തികളെ ഓർത്ത് എൻ്റെ മേൽ കൃപയുണ്ടാകണമേ. എൻ്റെ മേൽ കൃപയുണ്ടാകണമേ. മരവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ നാവ് സംസാരിക്കാൻ കഴിയാതെ കുഴയുന്ന ഈ സന്ദർഭത്തിൽ എൻ്റെ പഴയ നല്ല സംഭാഷണങ്ങളും സ്തുതിഗീതങ്ങളും ഓർത്ത് എൻ്റെ മേൽ കൃപയുണ്ടാകണമേ. ശ്രവണശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ചെവികൾക്ക് അങ്ങയുടെ വിളി കേൾക്കുവാൻ നിവൃത്തിയില്ലാതിരിക്കുന്ന ഈ സമയത്ത് അങ്ങയുടെ പ്രതിപുരുഷന്മാരെ ഞാൻ സവിച്ചിട്ടുള്ള കാര്യങ്ങളെ ഓർത്ത് എൻ്റെ മേൽ കൃപയുണ്ടാകണമേ. നീതി വിധിയാളനായ അങ്ങയെ ജീവിതകാലത്ത് ഞാൻ ചെയ്തു പോയ തെറ്റുകളും കുറ്റങ്ങളും പുറത്ത് എന്നെ അങ്ങയുടെ സ്വകീയ ഭവനത്തിൽ പ്രവേശിപ്പിക്കുകയും നിത്യ സമ്മാനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമേൻ. പ്രിയ സഹോദര, പിതാവായ ദൈവത്തിൻ്റെയും രക്ഷകനായ മിശിഹായുടെയും ആശ്വാസപ്രദമായ പരിശുദ്ധാത്മാവിൻ്റെയും പക്കൽ അങ്ങയെ ഞാൻ സമർപ്പിക്കുന്നു. വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും അങ്ങ് ചെയ്തു പോയ എല്ലാ പാപങ്ങളും ദൈവം അങ്ങയോട് പൊറുക്കുമാറാകട്ടെ. അങ്ങയുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപിരിയുമ്പോൾ ദൂതന്മാർ അങ്ങയെ സ്വീകരിച്ച് സ്വർഗീയ ഭവനത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കന്യാമറിയത്തിൻ്റെയും
ഈശോ മിശിഹായുടെയും പരിചരണങ്ങളേറ്റ് ഭാഗ്യം പ്രാപിച്ച മാറിയോസേപ്പ് പിതാവ് അങ്ങേ സ്വർഗത്തിലേക്ക് സ്വീകരിക്കുമാറാകട്ടെ. മനുഷ്യരെ പാപത്തിലേക്കും നിരാശയിലേക്കും മറ്റും നയിക്കുന്ന പിശാചുക്കളും അവൻ്റെ ദൂതന്മാരും അങ്ങയെ വിട്ടകലുകയും ലജ്ജിതരായി പലായനം ചെയ്യുകയും ചെയ്യട്ടെ. നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കുമെന്ന് നല്ല കള്ളനോട് കൽപ്പിച്ച ദിവ്യരക്ഷകൻ നിൻ്റെ എല്ലാ കറകളും കഴുകി സ്വർഗീയ ചെറു ഓർസിലെത്ത് നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ആമേൻ. വിജ്ഞാപനം. ഈശോ തൻ്റെ പീഡാനുഭവത്തിന് മുമ്പ് പിതാവിനോട് നടത്തിയ പ്രാർത്ഥന നമുക്ക് ഈ സഹോദരന് വേണ്ടി ആവർത്തിക്കാം. നിങ്ങൾക്ക് സമാധാനം, അങ്ങേക്ക് സമാധാനം. ശ്രീ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സുവിശേഷം, യോഹന്നാൻ 17-ാം അധ്യായം. അനന്തരം ഈശോ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, പിതാവേ, ഇതാ സമയമായിരിക്കുന്നു. അങ്ങയുടെ പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. ചെയ്തു തീർക്കാൻ അങ്ങനെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അങ്ങയെ ഞാൻ മഹത്വപ്പെടുത്തി. അങ്ങ് എനിക്ക് നൽകിയ വചനങ്ങൾ ഞാൻ ഇവർക്ക് കൊടുത്തു. അവർ അത് സ്വീകരിക്കുകയും ചെയ്തു. ഞാൻ അങ്ങയുടെ പക്കലേക്ക് വരുന്നു. ഞാൻ അവരോടുകൂടി ആയിരുന്നപ്പോൾ അങ്ങ് എനിക്ക് നൽകിയ ഇവരെ ഞാൻ അങ്ങയുടെ നാമത്തിൽ സംരക്ഷിച്ചു. ഞാൻ ഇവരെ കാത്ത് രക്ഷിച്ചു. പരിശുദ്ധനായ പിതാവേ, അങ്ങ് എനിക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നവരെ അങ്ങയുടെ നാമത്തിൽ കാത്തുകൊള്ളണമേ. അങ്ങനെ നാം ഒന്നായിരിക്കുന്ന പോലെ ഇവരും ഒന്നായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കാരുണ്യവാനായ പിതാവേ, അങ്ങയുടെ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ പിതാവേ, അങ്ങയുടെ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഈശോ, മറിയം, യൗസേപ്പേ, ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ. ദാവീദിൻ്റെ പുത്രനായ ഈശോ, ഇയാളുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവേ, ഈ ദാസൻ്റെ ആത്മാവിനെ സ്വർഗമഹത്വത്തിൽ പ്രവേശിപ്പിക്കണമേ. ഈശോ, ഞങ്ങളുടെ ഈ സഹോദരന് നിത്യാനന്ദം കൊടുക്കണമേ. രക്ഷകനായ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഈ സഹോദരനോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.